Hello everyone. So നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെരി സിമ്പിൾ ആൻഡ് പവർഫുൾ ബട്ട് അറ്റ് ദ സെയിം ടൈം വെരി അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഏതാ മൂവ്മെന്റ് എന്നല്ലേ പറഞ്ഞു വരുന്നത്? വാക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. നടത്തം. പ്രത്യേകിച്ച് നിങ്ങളൊരു ഫാറ്റ് ലോസ് ജേർണിയിലൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മൂവ്മെൻ്റ് ആണ്. മറ്റു എക്സസൈസ് പോലെ തന്നെ നമ്മൾ മൂവ് ചെയ്യുന്നു, കാലറീസ് ബേൺ ആവുന്നു. So what is special about walking? A differentiating factor about walking is the energy usage. That is, വാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എനർജി ബോഡി എവിടെ നിന്നാണ് എടുക്കുന്നത്. സോ വാക്കിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ലോ ഇൻറ്റൻസിറ്റി മൂവ്മെൻറ്റ് ഓർ എക്സസൈസ് ആണ്. ഈ ഒരു ലോ ഇൻറ്റൻസിറ്റി മൂവ്മെൻറ്റ് ഫോർ ഓവർ എ ലോങ്ങർ പീരിയഡ് ഓഫ് ടൈം, ദാറ്റ് ഈസ് ഫോർ 30 minutes ഓർ 60 minutes നമ്മൾ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ബോഡി ഇവിടെ യൂസ് ചെയ്യുന്ന എനർജി സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റ് റിസർവ്സ് എന്നാണ്. ദാറ്റ് ഈസ് stored fat in your body. But at the same time, higher intensity workouts-ൽ നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്നത് ഇത്തരം സ്റ്റോർഡ് ഫാറ്റ് സോഴ്സ് എന്നല്ല. ഇപ്പോൾ പല സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ വാക്കിന് പോകാറുണ്ട്. ആൻഡ് ദാറ്റ് ടേൺസ് ഔട്ട് ടു ബി എ തെറാപ്യൂട്ടിക് സെഷൻ, റൈറ്റ്? So never underestimate the power of walking. Until next video, stay fit, stay strong and happy walking. So how often do you walk?